നാളെ വെള്ളിയാഴ്ചയാണ്. ജുമാ നമസ്കാരാനന്തരം എല്ലാ പള്ളികളിലും പ്രിയപ്പെട്ട ഇമാമുമാർ ആത്മാർത്ഥമായിട്ട് ഈ അസുഖങ്ങൾ കാരണം രണ്ട് കൈയും ഒരു നിശ്ചലമായ അവസ്ഥയിലേക്ക് പോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പരീക്ഷണമാണ്. പരീക്ഷണത്തിന്റെ ഒരു ആലയത്തിനുള്ളിലാണുള്ളത്. അതിനുള്ളിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു അറകളും മുറികളും ഒക്കെയാണ് ഈ അനുഭവിക്കേണ്ടി വരുന്നതെന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും നിരാശനോ ഒട്ടും മനോവേദനയിലുള്ള അവസ്ഥയൊന്നുമില്ല. ശാരീരിക പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടുമ്പോൾ അതിനെ ആ ശാരീരിക പ്രശ്നങ്ങൾ കാരണം ശരീരം അങ്ങോട്ട് ദുർബലമാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിൻ്റെതായ ചില ശാരീരിക പ്രയാസങ്ങളും കഷ്ടതകളും വിഷമങ്ങളും ഉണ്ട്. പക്ഷേ ഇതെല്ലാം ജഗന്നിയന്താവായ നാഥന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. നമ്മളെക്കാൾ കൂടുതൽ വിഷമങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികളൊക്കെ വളരെ വിഷമിക്കുകയും പ്രയാസപ്പെടുകയൊക്കെ ചെയ്യും. അടുത്ത് വന്ന് ഈ കൈയും കാലും ഒക്കെ ഇങ്ങനെ മരവിച്ചിരിക്കുന്ന കാണുമ്പോൾ അവർ എണ്ണയിടുകയും തടവുകയൊക്കെ ചെയ്യുമ്പോൾ അവരിങ്ങനെ വിഷമം പറയുമ്പോൾ ഞാൻ പറയും, ഒരു മ്യാൻമറിലെ ഒരു ദിവസം നടക്കുന്ന അക്രമത്തിന്റെ ഫോട്ടോ കണ്ടാൽ, അതിന്റെ വീഡിയോ കണ്ടാൽ ഈ വിഷമമൊന്നും ഇതെല്ലാം പോവും. സിറിയയിൽ നടക്കുന്ന മനുഷ്യാവകാശ നിഷേധം കണ്ടാൽ അതോടുകൂടി ഈ വിഷമമൊക്കെ അങ്ങ് തീരും. ഒരു മനുഷ്യന്റെ ജീവിതമല്ലേ, ആ ജീവിതത്തിൽ പരമാവധി സംഭവിക്കാവുന്നത് മരണമാണല്ലോ, അതിനപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് ദുഃഖിക്കുകയും വിഷമിക്കുകയും ചെയ്യുകയല്ല വേണ്ടത്, റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അവരെയൊക്കെ സമാധാനിപ്പിക്കാറുണ്ട്. അതുതന്നെയാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയ്ക്ക് വേണ്ടി പരസ്പരം വസിയത്ത് ചെയ്യുക. ഒരു പൊതുസമൂഹത്തിൻ്റെയും കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെയൊക്കെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി, വേറൊന്നും വേണ്ട, നീതി ലഭ്യമാകാൻ വേണ്ടി കേസ് പെട്ടെന്ന് തീർന്നു കിട്ടിയാൽ മതി. അത് തീർന്നു കിട്ടിയാൽ നമുക്കൊരു നിരപരാധിത്വത്തെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് സർവശക്തന്റെ അനുഗ്രഹത്താൽ ആ നിരപരാധിത്വം വ്യക്തമാക്കപ്പെടുമെന്ന പ്രതീക്ഷയെ തന്നെ ഉള്ളത്. പിന്നെ എല്ലാം അള്ളാഹുവിന്റെ കൈകളിലാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എൻ്റെ ഈ വിഷമാവസ്ഥയിൽ ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ജഗന്നിയന്താവ് നമ്മെ ലോക വിജയികൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രദ്ധയും ഇടപെടലും ആ വിഷയത്തിൽ ഉണ്ടാവുകയും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥന, പ്രത്യേകിച്ച് നാളെ വെള്ളിയാഴ്ചയാണ്. ജുമാ നമസ്കാരാനന്തരം എല്ലാ പള്ളികളിലും പ്രിയപ്പെട്ട ഇമാമുമാർ ആത്മാർത്ഥമായിട്ട് ഈ അസുഖങ്ങൾ കാരണം രണ്ട് കൈയും ഒരു നിശ്ചലമായ അവസ്ഥയിലേക്ക് പോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പരീക്ഷണമാണ്. പരീക്ഷണത്തിന്റെ ഒരു ആലയത്തിനുള്ളിലാണുള്ളത്. അതിനുള്ളിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു അറകളും മുറികളും ഒക്കെയാണ് ഈ അനുഭവിക്കേണ്ടി വരുന്നതെന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ